ട്രാജഡിയാണ് കേട്ടോ ഇത്. വെളിച്ചമെടുത്ത് കളയുമെന്ന്, നിൻ്റെ വെളിച്ചമെടുത്ത് കളയും. ദൈവപീഠത്തിൽ കുറേ അർത്ഥങ്ങളുണ്ട്. പ്രാർത്ഥനാ ജീവിതം എടുത്ത് കളയുന്നൊക്കെ ഉണ്ട്. തിരി തെളിച്ചാണല്ലോ പ്രാർത്ഥിക്കണേ. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണല്ല ദീപപീഠം. സാന്നിധ്യം കളി, പ്രാർത്ഥനാ ജീവിതം കളി, അതാ വിഷയം. അപ്പം വ്യതിചലിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം സാന്നിധ്യം പോകും, പ്രാർത്ഥനാ ജീവിതം പോകും. അപ്പം നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അതപ്പേഴ്സ് എന്ന് ചിന്തിക്കുക. അപ്പം എന്തെങ്കിലും ഒരു തകർച്ച വന്നു, അപ്പോൾ ചെയ്യേണ്ടത് ആ തകർച്ച, കഞ്ചാവിൽ നിന്ന് എൻ്റെ മകനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ, ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ, ഞങ്ങൾ കോടതി ഞങ്ങളെ പിരിക്കാൻ പോകുകയാണ്, ഞങ്ങൾ ഐക്യപ്പെടുത്തണമേ. അപ്പോൾ വിവാഹം തകർച്ചയായിട്ടുള്ളവർ വിവാഹ ഐക്യത്തിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥിക്കും. ചിലർ കഞ്ചാവിൽപ്പെട്ടവരും മറ്റു കേസിൽപ്പെട്ടവരും ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥന ആ സമയത്ത് ആ വിഷയത്തിനല്ല വേണ്ടത്. നീ നീ അവസ്ഥ നിനക്കുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് കൊണ്ട് അനുതാപം ഉണ്ടാകണം. അങ്ങനെയാണ് ഇതിനെ പെട്ടെന്ന് നമ്മൾ ഓവർലക്ക് ചെയ്യണത്. അല്ലാതെ ഈ അണ്ടയെക്കൊണ്ട് വളം വെക്കാൻ പറ്റത്തില്ല.